Dear students, the last part in our first module, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് പാർട്ടാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിസർച്ച് ഇൻ എവല്യൂഷണറി പെർസ്പെക്റ്റീവ്. റിസർച്ച് എന്താണെന്നും റിസർച്ചിൻ്റെ ടൈപ്സ്, ക്ലാസിഫിക്കേഷന്, ഡിഫറെൻറ്റ് ടൈപ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ്, റിസർച്ചിൻ്റെ പ്രോസസ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൻ്റെ എവല്യൂഷൻ, റിസർച്ചിൻ്റെ എവല്യൂഷൻ എന്താണെന്നുള്ളതാണ്, അതായത് ഹിസ്റ്ററി. ദ പ്രൈമറി എയിം ഓഫ് ദ റിസർച്ച് ഈസ് ക്രിയേഷൻ ഓഫ് നോളേജ്. നമുക്കറിയാം റിസർച്ചിൻ്റെ എയിം എന്ന് പറയുന്നത് നോളേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നോളേജ് ക്രിയേറ്റ് ചെയ്യുക, ന്യൂ ഫാക്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഡിസ്കവറി ഓഫ് ന്യൂ തിങ്സ് കണ്ടെത്തുക, ഇങ്ങനെ ന്യൂ നോളേജ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനാണ് മെയിൻ എയിം ഓഫ് ദി റിസർച്ച് എന്ന് പറയുന്നത്. സോ ദി എവല്യൂഷൻ ഓഫ് നോളേജ് ഈസ് ലിങ്ക്ഡ് വിത്ത് ദി നോളേജ്. എവല്യൂഷൻ ഓഫ് നോളേജും എന്താണ് നോളേജുമായിട്ട് ലിങ്കാണ്. സോ ഇറ്റ് ഈസ് നെറേറ്റീവ് ഓഫ് ഹൗ തിങ്സ് ചേഞ്ചസ്. അപ്പോൾ ഇത് നെറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മോഡ്സ് ഓഫ് നോളേജ് അക്യൂസിഷൻ, നമ്മൾ നോളേജ് അക്വയർ ചെയ്യുന്നതിൻ്റെ മെത്തേഡ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, ദാറ്റ് ഈസ് പ്രത്യാക്ഷ. ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരാൾ നമ്മൾ നേരിട്ട് അപ്രോച്ച് ചെയ്യുകയും, ഇപ്പോൾ ഇൻ്റർവ്യൂ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ റെസ്പോണ്ടൻറ്റിനെ നേരിട്ടാണ് നമ്മൾ കാണുക. അപ്പം നമ്മൾ നോളേജ് അക്വയർ ചെയ്യുന്നത് അയാളെ നേരിട്ട് കണ്ടിട്ട് ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ്. ദെൻ അനദർ വൺ ഈസ് ദാറ്റ് ത്രൂ സൗണ്ട് വഴി, അതായത് ബൈ ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നോളേജ് അക്വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ത്രൂ സൗണ്ട് ഓർ ശബ്ദ, ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നോളേജ് അക്വയർ ചെയ്യും. ദെൻ ഹൈപ്പോത്തറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹൈപ്പോത്തീസിസ് സെറ്റ് ചെയ്യുക. ഈ ഹൈപ്പോത്തീസിക്കൽ ടെസ്റ്റുകൾ നടത്തിയിട്ട് അനുമാന എന്നാണ് എന്തെങ്കിലും പറയാം. ഈ ഹൈപ്പോത്തറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നോളേജ് അക്വയർ ചെയ്യുന്നു. ദെൻ ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, ദാറ്റ് ഈസ് ഹൈദിയ. പാസ്റ്റ് ഇൻഫർമേഷൻ്റെ ബേസിൽ, പാസ്റ്റ് നോളേജിൻ്റെ ബേസിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് പാസ്റ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും നോളേജ് അക്വയർ ചെയ്യുകയും ചെയ്യുന്നു. സോ മോഡ്സ് ഓഫ് നോളേജ് അക്യൂസിഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ത്രൂ സൗണ്ട് വഴി, ഹൈപ്പോത്തറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വഴി. ഹൈപ്പോത്തറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, റിസൾട്ട് കിട്ടുക. ദെൻ ഹിസ്റ്റോറിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ഇനി റോൾ ഓഫ് തിയറി ഇൻ റിസർച്ച്. റിസർച്ചിൽ തിയറിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്കറിയാം പ്യുവർ റിസർച്ച് നമ്മൾ പറഞ്ഞു. പ്യുവർ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്യുവർലി തിയറി ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. ഒരു തിയറി തിയറികൾ നമുക്കറിയാം, പല തിയറികളും നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തി, ഓരോ സയൻറ്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന പുതുതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ്, പുതിയ തിയറികളാണ്. ഈ തിയറികൾ എന്താണ്, റിസർച്ചിൽ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണ്. തിയറി ഈസ് എൻ എക്സ്പ്ലനേഷൻ ഓഫ് ഒബ്സർവ്ഡ് റെഗുലാരിറ്റി. തിയറി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കണ്ടെത്തിയതിൻ്റെ എക്സ്പ്ലനേഷനാണ്, അല്ലേ? ഒരു തിയറി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് തിയറി എന്ന് പറഞ്ഞാൽ. തിയറി ഗൈഡ് ആൻഡ് ഇൻഫ്ലുവൻസ് ദ കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ. ആ തിയറി, ഇപ്പോൾ കൺസ്യൂമർ ബിഹേവിയർ തിയറി, നമ്മൾ മാർക്കറ്റിങ്ങിലൊക്കെ കൺസ്യൂമർ ബിഹേവിയറിലൊക്കെ തിയറീസ് ഉണ്ട്. ആ തിയറിയൊക്കെ അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡാറ്റ കളക്ഷനൊക്കെ ചെയ്യുന്നത്. ദെൻ റിസർച്ച് ഈസ് ഡൺ ഇൻ ഓർഡർ ടു ആൻസർ ക്വസ്റ്റ്യൻ പോസ്ഡ് ബൈ തിയററ്റിക്കൽ കൺസിഡറേഷൻ. തിയററ്റിക്കൽ കൺസിഡറേഷൻ്റെ ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്യുന്നതാണ്. അതായത് തിയറി നമ്മൾ ഏതൊരു റിസർച്ചിനും തിയറി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ബാങ്കുമായിട്ടുള്ള സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ ബാങ്കിനെ കുറിച്ചിട്ട് നമുക്കറിയാം, ബാങ്കിൻ്റെ ഹിസ്റ്ററി നമുക്കറിയാം, ബാങ്കിൻ്റെ ഡെവലപ്മെൻറ്റ്സ് നമുക്കറിയാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സുകൾ, ഇത്തരം ബാങ്കുമായിട്ട് ഇപ്പം റീസെൻ്റ് ആയിട്ടുള്ള ബാങ്കിൻ്റെ ട്രെൻഡുകൾ, ഇത്തരം തിയറികളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്യൽ നിർബന്ധമാണ് ഏതൊരു റിസർച്ചിലും. നമ്മുടെ കൊമേഴ്സിലെ സോഷ്യൽ സയൻസ് റിസർച്ച് ആയിക്കോട്ടെ, പ്യുവർ തിയററ്റിക്കൽ റിസർച്ച് ആയിക്കോട്ടെ, ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആയിക്കോട്ടെ, ഇതിലൊക്കെ നിർബന്ധമാണ്, തിയറി പുട്ട് ചെയ്യും. അപ്പോൾ ആ തിയറിയുടെ ബേസ്, തിയറി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്, ക്വസ്റ്റ്യനെയർ ഫ്രെയിം ചെയ്യുന്നത്.
ദെൻ റിസർച്ച് ആൻഡ് തിയറി ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ഈച്ച് അതർ. നമ്മൾ പറഞ്ഞു തിയറിയും റിസർച്ചിലെ പല കാര്യങ്ങളും ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഡാറ്റ കളക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പിന്നെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ തിയറി വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് നമുക്ക് വേരിയബിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ തിയറി വായിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ തിയറിയും റിസർച്ചും എന്താണ്, ഡിപ്പെൻഡൻ്റ് ആണ്. ഇഫ് ദ തിയറി സ്റ്റാൻഡ്സ് ദ ടെസ്റ്റ് ഓഫ് റിസർച്ച് ഇറ്റ് ഈസ് ടു ബി സെഡ് ടു ബി കറക്റ്റ്. അതായത് തിയറി സത്യമാണോ, അത് പറയുന്നത് ക്ലിയർ ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാണ്, റിസർച്ചിലൂടെ ടെസ്റ്റ് ചെയ്യാണ്. ഇഫ് ഇറ്റ് ഈസ് കറക്റ്റ് ആണോ കറക്റ്റ് അല്ലേ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ത്രൂ ദി റിസർച്ച്. ദെൻ റിലേഷൻ ഓഫ് തിയറി ആൻഡ് റിസർച്ച് ഈസ് ഓൺ മ്യൂച്വൽ കോൺട്രിബ്യൂഷൻ. തിയറിയുടെയും റിസർച്ചിൻ്റെയും റിലേഷൻഷിപ്പ്, അത് മ്യൂച്വൽ കോൺട്രിബ്യൂഷനാണ് എന്തിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മുടെ ഒരു സ്റ്റഡിയിലേക്ക്, റിസർച്ചിലേക്ക് നൽകുന്നത്. Theory can point to certain areas in which research is likely fruitful, can summarize the findings of a number of specific studies, can provide a basis for explanation and prediction. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അതായത് നമ്മുടെ സ്റ്റഡിക്ക് നല്ലൊരു ഫൈൻഡിങ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് തിയറി നമ്മളെ സഹായിക്കും. നമ്മുടെ സ്റ്റഡി നല്ലൊരു തിയറി എക്സ്പ്ലനേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ പഴയ തിയറികൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്രിഡിക്ഷൻ നൽകാൻ ഇതിനൊക്കെ തിയറി എന്താണ്, ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ റിസർച്ചിൽ തിയറിക്ക് ഹാസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ. സോ റോൾ ഓഫ് തിയറി ഇൻ റിസർച്ച് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ തിയറി ബിൽഡിങ്. തിയറി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ഡെഫിനിഷൻ ഗിവൺ ബൈ ദ സ്ലെസിംഗർ ആൻഡ് സ്റ്റെബൻസൺ, റിസർച്ച് കോൺസിസ്റ്റ് ദി ഫോളോയിങ്. അവർ പറയുന്നത്, സ്ലെസിംഗറും സ്റ്റെബൻസണും പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത് മാനിപ്പുലേഷൻ ഓഫ് തിങ്സ് ഫോർ ജനറലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു തിങ്സ് നമ്മൾ കണ്ടെത്തുകയും ആ സ്പെസിഫിക്കിൽ നിന്ന് ജനറലായിട്ട് അത് പറയുകയും ചെയ്യുന്നതാണ് എന്നാണ്. ദെൻ ദ പർപ്പസ് ഈസ് ടു എക്സ്റ്റെൻഡ് കറക്റ്റ് ഓർ വെരിഫൈ നോളജ്. പറയുന്ന റിസർച്ചിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് കറക്റ്റാണോ, നമുക്ക് കിട്ടിയ നോളജ് കറക്റ്റാണോ, അത് എക്സ്റ്റെൻഡ് ചെയ്യുക, അത് വെരിഫൈ ചെയ്യുകയൊക്കെയാണ് എന്നുള്ളതാണ് അവരുടെ ഒപ്പീനിയൻ. എന്ത് റിസർച്ച് എന്ന് പറഞ്ഞാൽ. ദെൻ നോളജ് മേ ബി യൂസ്ഡ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് എ തിയറി. നോളജ് എന്തിന് ഹെൽപ്ഫുൾ ആവും, പുതിയൊരു തിയറി അല്ലെങ്കിൽ പുതിയൊരു പ്രാക്ടീസ് ഓഫ് ആൻ ആർട്ട് ചെയ്യുന്നതിന് സഹായകമാകും. ഇനി ഇൻഡക്ഷൻ ആൻഡ് ഡിഡക്ഷൻ തിയറി എന്താണ്? റിസർച്ചിലുള്ള രണ്ട് തിയറിയാണ് ഇൻഡക്ഷൻ തിയറിയും ഡിഡക്ഷൻ തിയറിയും. ഇഫ് ഡാറ്റ ഈസ് കളക്റ്റഡ് ടു ടെസ്റ്റ് എ തിയറി ഇറ്റ് ഈസ് ഡിഡക്റ്റീവ്. നമ്മൾ ഡാറ്റ കളക്ട്, ഒരു തിയറി നിലവിൽ ഫൈൻഡ് ഔട്ട് ചെയ്ത ഒരു സയൻറ്റിസ്റ്റൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള തിയറി അത് റെഡിയാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റയൊക്കെ കളക്ട് ചെയ്തിട്ട് ആ തിയറി ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ഡിഡക്റ്റീവ് എന്ന് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ദ ഡാറ്റ ഈസ് കളക്റ്റഡ് ടു ബിൽഡ് എ തിയറി, ഒരു തിയറി ബിൽഡ് ചെയ്യാനാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എങ്കിൽ. മറ്റൊന്ന് ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡാറ്റ ടെസ്റ്റ് ചെയ്യാണ്, തിയറി ടെസ്റ്റ് ചെയ്യാണ് ഡാറ്റ കളക്ട് ചെയ്തിട്ട്. മറ്റത് എന്താ, തിയറി തന്നെ ബിൽഡ് ചെയ്യാണ്. ആ ഒരു അപ്രോച്ചിനെ പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് നോളേജ് ഫ്രം എ പെർട്ടിക്കുലർ ടു ജനറൽ, ദാറ്റ് ഈസ് ഫ്രം പർട്ടിക്കുലർ ഒബ്സർവേഷൻ ടു എ ജനറൽ റൂൾ ഓർ പ്രിൻസിപ്പിൾ. അതായത് ഇൻഡക്ഷൻ ഓർ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ എടുക്കുകയും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറയുകയും എന്നിട്ട് നമ്മൾ ജനറലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം മലപ്പുറം കോഓപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ചിട്ടൊരു പഠനം നടത്തുകയും കേരളത്തിലെ മൊത്തം കോഓപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ചിട്ട് ഫൈൻഡിങ്സിൽ ജനറലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ദി വാട്ട് ഈസ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ ഇറ്റ് ഇൻവോൾവ്സ് ടു പ്രോസസ്, ഒബ്സർവേഷൻ ആൻഡ് ജനറലൈസേഷൻ. പ്രോസസ്സിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്, ഒബ്സർവേഷനും ഉണ്ട്, അതുപോലെ തന്നെ ജനറലൈസേഷനും ഉണ്ട്. ഇനി ഇൻഡക്റ്റീവ് റീസണിങ് തിയറി ഈസ് ദി ഔട്ട്കം ഓഫ് ദി റിസർച്ച്. ഇൻഡക്റ്റീവിൽ നമ്മൾ പറഞ്ഞു, ഇൻഡക്റ്റീവ് അപ്രോച്ച് പ്രകാരം തിയറിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ദെൻ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് നോളേജ് ഫ്രം എ ജനറൽ ടു പർട്ടിക്കുലർ, ദാറ്റ് ഈസ് ഫ്രം ജനറൽ റൂൾ ടു പർട്ടിക്കുലർ കേസ്. ജനറലായിട്ടുള്ള ഒരു കാര്യത്തിന്
പർട്ടിക്കുലറായിട്ട്, അതായത് ജനറലൈസ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിലേക്ക് എത്തുന്നതാണ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞത്. ഇൻ ഡിഡക്റ്റീവ് റീസൺ എയ്തർ കൺഫർമേഷൻ ഓർ റിജക്ഷൻ ഓഫ് തിയറി ഈസ് ദ ഔട്ട്കം ഓഫ് ദ റിസർച്ച്. ഇവിടെ നമ്മൾ പറഞ്ഞു ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള തിയറി ടെസ്റ്റ് ചെയ്യാണ് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. സോ ഇറ്റ് ഈസ് ദി തിയറി. ചിലപ്പോൾ എന്ത് ചെയ്യും, ആ തിയറി കൺഫേം ചെയ്യും, ഉറപ്പ് വരുത്തും അത് റെഡിയാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും, ഒഴിവാക്കും ആ തിയറി തെറ്റാണ് എന്നുള്ളത്. സോ തിയറി എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ഓർ ഫൈൻഡ് ഔട്ടാണ്. തിയറിയിൽ നിന്നാണ് എന്തിലേക്ക് പോകുന്നത്, ഒബ്സർവേഷൻ ഫൈൻഡിങ്സിലേക്ക് പോകുന്നത്. മറ്റേത് ഇൻഡക്ഷനിൽ തിയറിയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഒബ്സർവേഷൻ ഓർ ഫൈൻഡിങ്സ് ടു തിയറി. അപ്പോൾ ഇൻഡക്റ്റീവ് അപ്രോച്ച് പ്രകാരം തിയറി ബിൽഡപ്പ് ചെയ്യുന്നു, ഡിഡക്റ്റീവ് അപ്രോച്ച് പ്രകാരം തിയറി ടെസ്റ്റ് ചെയ്യുന്നു. ദീസ് ആർ ദ 2 തിയറീസ് ഇൻ ദി റിസർച്ച്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് റിസർച്ച് ഇൻ ആൻ എവല്യൂഷണറി പെർസ്പെക്റ്റീവ്, മോഡ് ഓഫ് നോളജ് അക്യൂസിഷൻ, റോൾ ഓഫ് തിയറി ഇൻ റിസർച്ച്, തിയറി ബിൽഡിംഗ്, 2 തിയറീസ്, ഇൻഡക്ഷൻ തിയറി ആൻഡ് ദി ഡിഡക്ഷൻ തിയറി. ഓക്കെ, താങ്ക് യു.